വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തെ സ്നേഹം കൊണ്ട് നിറച്ച ബേപ്പൂർ സുൽത്താൻ. സമരമാകുന്ന ജീവിതത്തെ ശക്തമായ മനസ്സുകൊണ്ട് സാഹിത്യ ലോകത്ത് കോറിയിട്ട ഇമ്മിണി ബല്യ ഒരാൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ ചരമദിനത്തിൽ അദ്ദേഹത്തിന്റെ ബാല്യകാല സഖിയിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. സുഹറയും മജീദുമാണ് ബാല്യകാല സഖിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. സുഹറയും മജീദും കളിക്കൂട്ടുകാരാണ്. നഖക്ഷതങ്ങളുടെ എരിവും മാമ്പഴത്തിന്റെ മാധുര്യവുമുള്ള കുട്ടിക്കാലം. മജീദിന്റെ പിതാവ് സമ്പന്നനാണ്. അതുകൊണ്ട് തന്നെ മജീദിനെ പട്ടണത്തിലെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുന്നു. എന്നാൽ സുഹറയുടെ പിതാവിന് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. പിതാവിന്റെ മരണത്തോടുകൂടി സുഹറയുടെ പഠിപ്പ് പോലും മുടങ്ങിപ്പോകുന്നു. ഈ ഒരു അവസരത്തിൽ സുഹറയെ സ്പോൺസർ ചെയ്യുവാൻ മജീദ് പിതാവിനോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹം അത് നിരസിക്കുന്നു. തുടർന്ന് പിതാവുമായുള്ള ഉരസലിന് ശേഷം മജീദ് നാടുവിട്ടു പോകുന്നു. ജീവിതത്തെ നോക്കിക്കാണുവാനും മറ്റുള്ളവരുമായി ഇടപഴകുവാനും മാത്രമാണ് മജീദ് ഈ അവസരം ഉപയോഗിച്ചത്. ജോലി സമ്പാദിക്കുവാനോ ഒന്നും അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. 10 വർഷത്തെ പലായനത്തിനു ശേഷം മജീദ് തിരികെ എത്തുകയാണ്. സുഹറയെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. എന്നാൽ ഇവിടെ എത്തിയ മജീദിനെ കാത്തിരുന്നത് ജീവിത പരീക്ഷണങ്ങളാണ്. കുടുംബത്തിന്റെ ദാരിദ്ര്യം, അതിനപ്പുറം സുഹറ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്നുള്ള യാഥാർത്ഥ്യം. മജീദ് തകർന്നു പോകുന്നു. ഈ അവസരത്തിൽ സുഹറയുടെ ജീവിതവും നരകപൂർണമാണ്. ഒരു 2ാം കെട്ടുകാരന്റെ ഭാര്യയായി നരക ജീവിതം തുടരുന്ന സുഹറ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തുന്നു. ആദ്യം പക തോന്നിയെങ്കിലും മജീദിന് പിന്നീട് സുഹറയോട് ഇഷ്ടം തോന്നുന്നു. അവർ പഴയ പ്രണയം പിന്തുടരുന്നു. വീണ്ടും മജീദ് വീട് വിട്ടു പോവുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. തകർന്നു കിടക്കുന്ന കുടുംബത്തെ രക്ഷിക്കണം. അതിനുമപ്പുറം സുഹറയെ വിവാഹം കഴിക്കണം. അതിനായി പല ജോലികൾ ചെയ്യുന്നു. അവസാനം ഒരു സൈക്കിളിൽ സാധനങ്ങൾ വിൽക്കുന്ന ജോലി ലഭിക്കുന്നു. പക്ഷേ വിധി അവിടെയും ക്രൂരത കാട്ടുന്നു. മജീദിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും ഒരു കാൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതോടുകൂടി ജോലിയും നഷ്ടപ്പെടുന്നു. പിന്നീട് പല യാചനകൾക്ക് ശേഷം ഒരു കടയിൽ പാത്രം കഴുകുന്ന ജോലിയാണ് മജീദിന് ലഭിച്ചത്. പക്ഷെ ഇതൊന്നും അദ്ദേഹം ആരെയും അറിയിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു അവസരത്തിലാണ് ഒരു കത്ത് മജീദിനെ തേടിയെത്തുന്നത്. അതിൽ സുഹറയുടെ മരണമാണ് മജീദ് അറിയുന്നത്. ഇവിടെ ഈ കഥ അവസാനിക്കുകയാണ്. പ്രണയത്തിന്റെ സത്യസന്ധതയും മനുഷ്യബന്ധങ്ങളുടെ ആഴവും വ്യക്തമായി കോറിയിടുന്ന ബാല്യകാല സഖിയാണ് നമ്മൾ കാണുന്നത്. പ്രണയത്തിന്റെ വിദ്വേഷവും കൊലപാതകങ്ങളും നടമാടുന്ന ഈ കാലഘട്ടത്തിൽ ബഷീറിന്റെ ബാല്യകാല സഖിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രണയം പവിത്രമാണെന്നും അനശ്വരമാണെന്നും സ്വന്തമാക്കലല്ല പ്രണയമെന്നും ബാല്യകാല സഖി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു ചരമദിനത്തിൽ മലയാള സാഹിത്യത്തിലെ ഇതിഹാസ നായകന് ഒരു പിടി ഓർമ്മപ്പൂക്കൾ.